ഹായ്, എന്തുകൊണ്ട് വിശേഷം? ഇച്ചിരി അടുക്കളയിൽ നിന്ന് കയറി വന്നതാ, വിയർപ്പ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ നിന്ന് കാണിക്കുന്നത്? അപ്പോഴേ ഇന്ന് എനിക്ക് ഇത്തിരി നല്ല ബിസിയുള്ള ദിവസമായിരുന്നു. വീഡിയോ വേറെ ദിവസത്തെയും ഇൻട്രോ ഇന്നിപ്പം. അപ്പം ഇന്നത്തെ ദിവസത്തെ വീഡിയോ പുറകാലേ ഞാൻ ഇടാമേ, വിരുന്തിയോർ കൊടുക്കുന്ന വീഡിയോ. അപ്പോൾ അതിൻ്റെ ബിസിയായിരുന്നു ഇന്ന്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സൊസൈറ്റിയിലെ ലേഡീസിന് എല്ലാവരുടെയും കൂടെ പ്രോഗ്രാം. കാരണം കൊറോണ കഴിഞ്ഞ പിന്നെ നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ ഒരു ഗെറ്റ് ടുഗദറോ അങ്ങനെ ഒരു പ്രോഗ്രാമും നടന്നിട്ടില്ല. നടക്കാഞ്ഞ കാര്യമെന്ന് പറയുന്നതും സൊസൈറ്റിയിൽ നോക്കി നടത്താൻ ആൾക്കാരില്ലായിരുന്നു. ഇടയ്ക്കൊക്കെ ഇത്തിരി പ്രശ്നമായി, അത് വേറെ ആൾക്കാരൊക്കെ ഏറ്റെടുക്കുമായിരുന്നു. ഇപ്പം സൊസൈറ്റിയിൽ ആളൊക്കെ ആയി. അപ്പം ലേഡീസ് എല്ലാവരും കൂടെ കഴിഞ്ഞ ദിവസം ഒരു ലേഡീസിൻ്റെ ഒരു ഗെറ്റ് ടുഗദറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുവാ ആദ്യം ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും പോയില്ല, കാരണം സൺഡേ ആയിരുന്നു. നമ്മൾ പ്രെയറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ഇത്രയേരം ഒന്ന് ഇവിടെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പോയത്. ഈ മഹാരാഷ്ട്രീയൻ്റെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഹൽദിക്കും അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കസേരകളി, പിന്നെ ഹൗസി, അതൊക്കെ ഉള്ളായിരുന്നു. കസേരകളിക്കൊന്നും ഞാൻ ചേർന്നില്ല, ദൈവമേ. ഒന്നാമത് വീണ് ആ വേദന ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് ഞാൻ വേറെ ആ ഒരു വീഡിയോ മാത്രമായിട്ടാണ് ഞാൻ ഇതിൽ ഇന്നിടുന്നത്. കാരണം ഒത്തിരി പേര് അവിടെ ചോദിച്ചിട്ടുണ്ട്, ഇത് നീ യൂട്യൂബിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യണേന്ന്. നമ്മുടെ ഭാഷയൊന്നും അവർക്ക് മനസ്സിലാകത്തില്ല, എന്നാലും അവരൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം. പിന്നെന്തുവാ, പിന്നെ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ, എല്ലാ വീട്ടമ്മമാരുടെയും കാര്യമാണ് പറഞ്ഞത്. എവിടെ നോക്കിയാലും ജോലിയാ, പിന്നെ ചോറും കറിയും മാത്രം വെച്ചാൽ പോരാ, അങ്ങനെ ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നതെന്നുള്ളത്. എൻ്റെ കാര്യമല്ല കേട്ടോ. നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്തുമാത്രം, ഇവിടെ ഞാൻ നോക്കിയിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ജോലി കുറവാണ്. നാട്ടിലുള്ളവർക്കാണ് ജോലി കൂടുതൽ. മുറ്റം തൂക്കണം, അങ്ങോട്ട് ആണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ആ മുറി മൊത്തം നടന്നാൽ മതി ഒരു എക്സസൈസ് തന്നെ. ആ മുറിയിൽ ഈ മുറിയിലൊക്കെ തുണിയാണെങ്കിൽ മുറ്റത്തിട്ട് ഉണക്കണം. അതേസമയം ഇപ്പം മഴ വരുവാണെങ്കിൽ അത് പറക്കണം, വീണ്ടും എടുത്ത് വെളിയിലിടണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അത്രയും വലിയ ജോലികളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്തുവാ എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ? പഠിക്കാൻ പറഞ്ഞാ? നാളെ ഹിന്ദിയില്ലയോടാ? പ്രീതി ആൻറ്റിയും പറഞ്ഞിട്ടുണ്ട് മോനെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഓ എന്താ ഗമ! ഒത്തിരി ആൻറ്റിമാർ പറഞ്ഞിട്ടുണ്ട്. പേര് മമ്മിക്ക് അങ്ങ് പ്രായമായില്ലേ, മമ്മി അങ്ങ് മറന്നു പോവാ. സത്യം, എനിക്കിപ്പോൾ ഭയങ്കര മറവിയായി. ഈ തൈറോയിഡൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഇനി നമുക്ക് എന്നാലേ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പ്രീസൻ, വീഡിയോയിലോട്ട് പോകാം. यूट्यूब में आएगा, बताना मेरे को डालना, मुझे भी ऐसा ही चाहिए, मुझे भी करके आना चाहिए. मैं बोलते അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇതിപ്പോൾ 50 വയസ്സിൽ മുകളിലുള്ളവരുടെ കസേരകളിയാണ്. അന്നേരം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടേ ആദ്യം എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞത് പോൾമോൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മിയാണ്. അപ്പോഴത്തേക്കിന് അടുത്ത ആൾ ഇവള് എൻ്റെയും കൂടെ എടുക്ക്. നമ്മൾ മലയാളികൾക്കാ നാണക്കേട് വീഡിയോ എടുക്കുമ്പം, പക്ഷേ ഇവർക്ക് ഒരു ഇതുമില്ല. അപ്പം ഞാൻ യൂട്യൂബിൽ വരുമെന്ന് പറഞ്ഞപ്പം അടുത്ത ആളും വന്ന് എൻ്റെയും കൂടെ എടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരാളുടെ ബൈ ചാൻസ് കാണും ചിലരുടെ വീഡിയോ എടുക്കുമ്പം അവർ പറയുമോ വീഡിയോ യൂട്യൂബിൽ ഇടല്ലേ എന്ന്. പക്ഷേ ഇവർക്ക് അങ്ങനല്ല, ഇവർക്ക് ഒരു ഇതുമില്ല. ഇവർ ഇങ്ങോട്ട് വന്നങ്ങ് പറയുമായിരുന്നു.
സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായി എനിക്കത് കേട്ടോണ്ടേ. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട്. അങ്ങനെ ഇവരുടെ കസേര കളിയാണ്. ഞാൻ ഒത്തിരി ഒന്നും പിന്നെ താല്പര്യമുള്ളവരൊക്കെ കാണുക, അല്ലാത്തവർ സ്കിപ്പ് അടിച്ചു പോട്ടോ. ഇവർ പ്രായമുള്ളവരാണേലും എല്ലാവരാണേലും നന്നായിട്ട് എൻജോയ് ചെയ്താണ് അവർ കളിക്കുന്നത്. കളി അറിയത്തില്ലെങ്കിൽ കൂടി അവർ കളിക്കും. ചിലർ കസേര കളി കളിച്ചിട്ട് ഓടി ഇങ്ങനെ പോയിട്ട് നിർത്തുന്നുണ്ടേ തിരിച്ചു വന്ന് പുറകെ വന്നിരിക്കും. അതൊക്കെ അങ്ങനെയല്ല റൂള്. എന്നാലും അവർ കളിക്കും. എന്നിട്ട് അവർ പറഞ്ഞോണ്ട് അയ്യോ എനിക്ക് അറിയത്തില്ല കളിയെന്ന്. എന്നാലും അവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമുക്കൊക്കെ ഒരു നാണക്കേടല്ലേ കളിക്കാനൊക്കെ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, എല്ലാവരും ഇതുപോലെ ആയിരിക്കത്തില്ല. അതൊക്കെ കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു അല്ലാതെ ഇവരുടെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരുടെ ആയിരുന്നു. അപ്പോൾ എന്നോട് പറയണം, ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പേടി, ഒന്നാതെ വീണിരിക്കുന്നു. പിന്നെ നമ്മളിൽ ഓടി വന്ന് ചിറയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചേരം കാണാൻ മറിഞ്ഞു പോയാൽ പിന്നെ അത് മതി. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും കളിച്ചില്ല. അതുകൊണ്ട് ഇവരെല്ലാം പെട്ടെന്ന് ഔട്ടായി. ഒരു ഉണ്ട്, ഇത്തിരി പ്രായമുള്ള ആൻറ്റി. അവർ ഹൗസിക്കും അവരായിരുന്നു ഫസ്റ്റ്. എല്ലാത്തിനും അവർക്ക് കിട്ടിയായിരുന്നു. കസേര കളിക്കും അവരാ ഫസ്റ്റ്. ലാസ്റ്റ് വിന്നറായത് ഈ പിങ്ക് എണീക്കുന്ന ആൻറ്റിയാണ്. ആൻറ്റിക്ക് ഇത്തിരി പ്രായമൊക്കെ ഉള്ളതാണ്. എന്നാലും പുള്ളിക്കാരി, ഞാൻ ചിന്തിച്ച് വേറൊരാളെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അവരൊക്കെ പെട്ടെന്ന് ഔട്ടായിപ്പോയി. ആ ആൻറ്റി ഫസ്റ്റ് അടിച്ചു. बन गई बात। अरे
ഞാൻ പ്രൈസമോനെ കൊണ്ടായിരുന്നു പോയത്. അപ്പം വേറെ ഇതുപോലെ എൻ്റെ കൂട്ട് വന്നവരുടെ മക്കളും അവിടെ ഇപ്പോൾ ഉണ്ട്. അവന്മാരെല്ലാം കൂടെ അവിടെ നിന്ന് ചെയർ എടുത്തിട്ട് ഭയങ്കര കളിയായിരുന്നു. അതിന് മുമ്പിട്ട് അവനൊന്ന് ഗാർഡനിൽ പോയി സ്ലൈഡ് ചെയ്ത സമയത്തെങ്ങാണ്ട് തലയിടിച്ച് പിറ്റേന്ന് അന്ന് വീട്ടിൽ വന്ന് ഭയങ്കര വേദനയായിരുന്നു. രാവിലെ കുളിപ്പിക്കാൻ നേരമൊക്കെ തലവേദന എടുക്കുന്നതെന്ന് പറയുമായിരുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ ഹൗസിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്നിടേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.